സുമനസുകളുടെ സഹായത്താൽ വിധിയോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചിന്ത്രാപിന്നിയിലെ വയോധിക ദമ്പതികൾ. ചിന്ത്രാപിന്നി കാനറ ബാങ്കിന് കിഴക്ക് താമസിക്കുന്ന ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൗരിയുമാണ് വിധിക്ക് മുന്നിൽ തളരാത്ത മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത്. പപ്പട കച്ചവടവും ലോട്ടറി വിൽപ്പനയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹനാപകടത്തോടെയായിരുന്നു. എടത്തിരുത്തി പഞ്ചായത്ത് 11-ാം വാർഡിൽ ഞങ്ങൾ താമസിക്കുന്നതാണ്. ചേട്ടൻ കണ്ണ് കാണാണ്ടായിട്ട് 6 വർഷം കഴിഞ്ഞു. പിന്നെ ആളെ ലോട്ടറി കച്ചവടമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ കണ്ണ് കാണായ വന്നത്. ഇപ്പോൾ ഒന്നിനും പറ്റൂല, ആൾ സഹായം വേണം ആൾക്ക് ജീവിക്കണമെങ്കിൽ. പിന്നെ എൻ്റെത് 4 വർഷമായി കിഡ്നി കംപ്ലൈൻറ്റിന് മരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീരും ക്രിയേറ്റിൻ കൂടി 10.5 നീരും വന്ന് രക്തം കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണമെന്ന്. അങ്ങനെ 18 ദിവസം അവിടെ കിടന്ന് ഡയാലിസിസ് ചെയ്ത് രക്തം കയറ്റി അതൊക്കെ ചെയ്തു. വർഷങ്ങൾ നീണ്ട ചികിത്സകൾക്കു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി. 6 വർഷത്തിനു മുൻപ് കാഴ്ചശക്തി പൂർണ്ണമായും ശിവദാസന് നഷ്ടമായി. ഇതിനിടയിൽ 2 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. ഭാര്യ ഗൗരി തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. പക്ഷെ അവിടെയും വിധി വില്ലനായി. ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി. 4 വർഷം മരുന്നുകളുടെ സഹായത്താൽ പിടിച്ചു നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന ഡോക്ടർമാർ വിധി എഴുതി. അതോടെ പണിയും നിലച്ചു. ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഓരോരുത്തരും തന്നിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് പോകണം. ഈ ഡയാലിസിന് പോകണത് ഓരോരുത്തർ തന്നിട്ടുണ്ട്. ഇത്രത്തോളം ഇനി പോകണമെങ്കിൽ വേറെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ. ജൂബിലിയിൽ ഒരു പോക്കിന് 2000 ചില്ലറ വരും. ഓട്ടോറിക്ഷ കാശ് 1000 ഉറുപ്പ്യ, പിന്നെ 1000 മറ്റേത് ഡയാലിസിൻ്റെ കാശ്. പിന്നെ നമ്മൾ നേരം വയ്യാണെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. പെൻഷനുണ്ട്, 2 പേർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ എത്രത്തോളം ആക്കി പോകുന്നത്. തൊഴിലുറപ്പാണ് ചെയ്തിരുന്നത്. തൊഴിലുറപ്പ് ചെയ്ത് ഈ 4 വർഷമായി. പിന്നെ ഞാൻ അതിനൊന്നും പോണില്ല. മക്കൾ 2 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. അവരൊക്കെ തന്നിട്ട് ഈ മോനൊക്കെ തന്നിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത്. സുമനസുകളുടെ സഹായത്താൽ ഇപ്പോൾ 1 മാസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയയാണ് 63-കാരിയായ ഗൗരി. വാഹന വാടക ഇനത്തിലും മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചെലവാകുന്നത്. ഇരുവർക്കും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഡയാലിസിസ് കഴിയുമ്പോൾ അതും തികയാതെ വരും. ഇനി എത്ര നാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുമെന്ന് ഇരുവർക്കും അറിയില്ല. കരുണ വറ്റാത്ത സുമനസുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.